ഫൈനലി രണ്ട് ക്യൂട്ട് കുട്ടികളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ലൈല കതിർപ്പത്തിൽ ഭംഗി കൈസത് കണ്ട് മയങ്ങി കിസകൾ ചൊല്ലിണങ്ങി കവിളിൽ കമറുളിലെങ്കി കൽവിൽ പ്രേമം തിങ്ങി കനവുകളോ പീരങ്ങി കൽവിൽ പ്രേമം തിങ്ങി കനവുകളോ പീരങ്ങി. ശരിക്കും ചില ആൾക്കാരൊക്കെ ഈ മറുക വെച്ചിട്ടാണ് തോന്നുന്നത് ഇത് ദാന ഇത് സിയാന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് ചുമ്മാ ഇട്ടേക്കുവാണോ? എല്ലാരും ചോദിക്കാറുണ്ട്. കറക്റ്റ് ബ്യൂട്ടി സ്പോട്ടാ. ബ്യൂട്ടി ആയതുകൊണ്ടാണ് തോന്നുന്നത്. കൊട്ടാരത്തിങ്കൾ നിന്നെ കിനാവില തുന്നിയതാരേ ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്തലിൻ ഈ പ്രപ്പോസൽസ് ഒക്കെ വരുമ്പോ എങ്ങനെയാ വീട്ടിൽ ഉമ്മേനോട് പറയും ഉമ്മ എനിക്ക് ഇങ്ങനെ ആൾക്കാർ മെസ്സേജ് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ നോക്കി കണ്ടൊക്കെ ഇവര് ഫാമിലി ആയിട്ടാണ് എല്ലാം നോക്കുന്നത്. തിളങ്ങുന്ന നോട്ട് കടം കൊണ്ട കാട്ട് കടിഞ്ഞാണ് പൂട്ടി നിറക്കിട്ടു കൂട്ടി തിടന്നു പാതിരകൾ തിരിഞ്ഞു താരകങ്ങൾ നിറഞ്ഞ നാൾ വഴിയിൽ അലഞ്ഞു ചൊറിഞ്ഞു കടഞ്ഞൊറിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അടിച്ചു പിടിച്ചു ഈ പാടാൻ പോകുന്ന സോങ് നമ്മൾ 90s കിഡ്സിനൊക്കെ ഒരു കാലത്ത് റൊമാൻറ്റിഫിക്കേഷൻ തന്ന സോങ് ആയിരുന്നു. ഇപ്പോഴും ഈ സോങ്ങിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അഴകെ നീ ആകാശക്കോണിൽ ഒളിച്ചാലും താരമായി ഞാനെത്തും നിൻചാരേ എന്റെ കൽബിൽ നീയാണ് നിന്റെ ഹൃദയം എനിക്കാണ് എന്നെ വിട്ട് പോകാതെ ഫാത്തിമ ഫാത്തിമ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ രണ്ട് സുന്ദരി കുട്ടികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇവരുടെ പാട്ടുകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ്. കുറേ പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താ എല്ലാവരും വിളിക്കുന്നുണ്ട്, ഇവർ മാത്രം എന്താ വിളിക്കാത്തതെന്ന്. അങ്ങനെ ഞങ്ങൾ ഫൈനലി രണ്ട് ക്യൂട്ട് കുട്ടികളെ കൊണ്ടുവന്നിരിക്കുകയാണ്, സിയ ആൻഡ് ദാന. ഞാൻ വന്നപ്പോൾ തന്നെ ഇവരോട് ചോദിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ ട്വിൻസ് ആണോ എന്ന്. കാണുന്ന കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും, ഇവർ ട്വിൻസ് ആണോ, സിസ്റ്റേഴ്സ് ആണോ, ഫ്രണ്ട്സ് ആണോ എന്ന് ചിലവർക്ക് വിചാരിക്കുന്നുണ്ടാവും, കസിൻസ് ആണോ, ഇവർ ആരാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ശരിക്കും ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണ്, സിബ്ലിങ്സ് ആണ്, പക്ഷെ ട്വിൻസ് അല്ല. ട്വിൻസ് അല്ല, എല്ലാരും ചോദിക്കാറുണ്ട്, പക്ഷെ ട്വിൻസ് അല്ല. 3 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ആരാണ് മൂത്ത ആളെന്ന്? ഞാനാണ് മൂത്ത ആള്, താഴെ. ഞാൻ ആക്ച്വലി നേരെ തിരിച്ചാണ് ഗസ് ചെയ്തത്. എന്നെ കേൾക്കുമ്പോ ഒരു സുഖല്ലേ? കാരണം ഇളയ കുട്ടികൾക്ക് എനിക്ക് സിസ്റ്ററാണ്, ചില സമയത്ത് അവളോട് ചോദിക്കും ഇത് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കാറില്ല, ഇളയതാണോ ചോദിക്കാറില്ല, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കും. അവൾക്ക് എന്നെക്കാളും കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്. എല്ലാരും ഞങ്ങളൊരു 9 years ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ ഒരു സുഖല്ലേ? അതെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാന് BBA ചെയ്തിരുന്നേ, ഇപ്പൊ കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ചായി, ഇപ്പൊ ഒന്നും ചെയ്യണില്ല. ഞാന് സൈക്കോളജി ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയി, ഇപ്പൊ PG യുടെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നു. എവിടെയാ? നാട്ടിൽ തന്നെയാണ്? നോക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്ന സമയമൊക്കെ ആയി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവരുടെ ഏതെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സോങ് കേട്ടിട്ട് സ്റ്റാർട്ട്. ഓക്കെ. കതിർപ്പത്തിൽ ഭംഗി കൈസത് കണ്ട് മയങ്ങി കിസകൾ ചൊല്ലിണങ്ങി കവിളിൽ കമറുളിലെങ്കി കൽവിൽ പ്രേമം തിങ്ങി കനവുകളോ പീരങ്ങി കൽവിൽ പ്രേമം തിങ്ങി കനവുകളോ പീരങ്ങി. മജനൂന്റെ സിരയിലും മജയിലും മജബേറും സുന്ദരി ലൈല, മജനൂന്റെ സിരയിലും മജനൂന്റെ മജയിലും പല പല തിളങ്ങണ പളുങ്കിതുപോലെ പല പല മഴവില് മനസ്സിൽ പൊങ്ങി അമ്പലമൂളിൽ അമ്പൽ പൊങ്ങി 50,000 കൊമ്പ് തൂങ്ങി 50,000 തരുമിറങ്ങി 60 കാലം നെഞ്ചിലിറങ്ങി അമ്പലമൂളിൽ
മജനൂന്റെ സിരയിലും മജയിലും മജബേറും സുന്ദരി ലൈല മജനൂന്റെ സിരയിലും മജയിലും മജബേറും സുന്ദരി ലൈല. കൊള്ളാം കൊള്ളാം കൊള്ളാലേ നേര. അപ്പം സിയ ആണ് ഗിറ്റാർ പഠിച്ചത്. ഓ, എത്ര നാളായി? ഞാൻ ഗിറ്റാർ മേടിച്ചിട്ട് പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കാൻ ചെയ്തത് സെൽഫായിട്ട്. യൂട്യൂബ് നോക്കിയിട്ടില്ല. യൂട്യൂബ് നോക്കിയിട്ട് പോവാഞ്ഞെന്താ ക്ലാസ്സസില്? ഇല്ല, യൂട്യൂബിൽ നോക്കിയപ്പോ നമുക്ക് മ്യൂസിക് യൂക്കുലേല ഓൾറെഡി ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിട്ട് തന്നെ പഠിച്ചത്. അപ്പൊ സ്ട്രമ്മിങ് അറിയാം. അപ്പൊ അതിലിങ്ങനെ ഏകദേശം ഇങ്ങനെ തട്ടിമുട്ടി പോണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഞാൻ ആദ്യം യൂക്കുലേല് ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ കുറെ വിളിച്ചു. അപ്പൊ ഞാൻ ട്രൈ ചെയ്തില്ല. പിന്നെ അങ്ങനെ ഇവള് വായിക്കണോണ്ട് ഞാൻ ആ ഫ്ലോയില് പോയി ഒരുമിച്ച് പാടാണല്ലോ. അപ്പൊ വേറെ നിങ്ങളുടെ ബാക്കിയുള്ള സിബ്ലിങ്സ് ഒക്കെ പാടൂ? എല്ലാരും പാടും. വീട്ടിലെല്ലാരും പാടും. ഉപ്പ പാടും, അമ്മയും പാടും, അപ്പയും പാടും, താത്ത പാടും, മിക്ക പാടും. ഇല്ല, അപ്പൊ പാട്ട് ഫാമിലിയാണോ? വേറൊരാളുണ്ട് കേട്ടോ, ഒരാളെ ഇവിടെ ഇറക്കി വിടാനുണ്ട് മോനെ. ഇവരൊന്നും ഒന്നുമല്ല, വെയിറ്റ് ഞങ്ങൾ ഇറക്കി ഇടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, എത്ര നാളായി ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാൻ? നമ്മള് 3 years അല്ലേ? 3 years സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം തീരെ ഇട്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം വെറുതെ ഇങ്ങനെ ഒരു ഇതിനിട്ടതാ, അതെ. പിന്നെ നമ്മള് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിപ്പോ അടുത്താണ്. നമ്മൾ ആദ്യം ഫണ്ണായിട്ടൊരു ഡയലോഗ് പറഞ്ഞെങ്കിലും ശരിക്കും ചില ആൾക്കാരൊക്കെ ഈ മറുക് വെച്ചിട്ടാണ് തോന്നുന്നത് ഇത് ദാന ഇത് സിയാന്ന് വരാറുണ്ട്. വീട്ടിൽ വിളിക്കുന്ന കിങ്ങിണി അത് വേണ്ടായിരുന്നു. ഇത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് ചുമ്മാ ഇട്ടേക്കുവാണോ? എല്ലാരും ചോദിക്കാറുണ്ട്. കറക്റ്റ് ബ്യൂട്ടി സ്പോട്ടാണ്, ബ്യൂട്ടി ആയതുകൊണ്ടാണ് തോന്നുന്നത്. അത്രക്കൊന്നും നോക്കണ്ടെന്നൊക്കെ കൊറേ കമന്റ്സ് ഒക്കെ വരാറില്ലേ? കമന്റ്സ് വരാറുണ്ട്. ഇത് ഒറിജിനൽ ആണോ ശരിക്കും വെച്ചതാണോ ഒക്കെ. പിന്നെ ഇത് ഇപ്പൊ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇതേപോലെ മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് കുത്താണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞങ്ങക്ക് ഇതുവരെ തോന്നിയില്ല കേട്ടോ ട്വിൻസ് ആണ്. തോന്നില്ല, പക്ഷെ നല്ല സാമ്യമുണ്ട്. എനിക്കൊന്ന് വീഡിയോസിലും ഏകദേശം നിങ്ങൾ കാണാൻ പക്ഷെ എല്ലാരും പറയാറുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ കേട്ടിട്ട് മടുത്തൂലേ? പുറത്തിറങ്ങുമ്പോ എങ്ങനെയാണ് ഫാൻസ് ഒക്കെ വന്നിട്ട് എന്താ പറയാ? ഫാൻസ് എന്ന് പറയുമ്പോ നമ്മള് ഐഡന്റിഫൈ ചെയ്തിട്ട് കുറെ ആൾക്കാർ വരാറുണ്ട്. എന്താണല്ലേ പാട്ട് പാടുന്നല്ലേ, ഞങ്ങളാണ് അതെ ഞങ്ങളാണെന്ന് പറയാം. അങ്ങനെ കുറച്ച് പുറത്തിറങ്ങുമ്പോ ചെറുതായിട്ടൊക്കെ അറിയാറുണ്ട്. ആദ്യം വൈറലായ സോങ് ഏതായിരുന്നു? ആദ്യം വൈറലായത് ഓള മെലഡി എന്ന് പറഞ്ഞ പാട്ടില്ലേ? അത് ആ സമയത്ത് തല്ലുമാല ഇറങ്ങിയ സമയത്ത് വെറുതെ ഇങ്ങനെ റോ ആയിട്ടിട്ടതല്ലേ, വെറുതെ കൈ വെച്ചിട്ട് പാടിയിട്ടതാ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പാടി വെക്ക. ആരും പാടിയ സമയത്തിരുന്ന് നമ്മൾ പാടിയത് ആരോ അങ്ങനെ പാടിണ്ടായിരുന്നു. അപ്പൊ അത് നല്ല റീച്ചായി. അങ്ങനെ കൊറേ കമന്റ്സ് ഒക്കെ വന്ന് കൊറേ അഭിപ്രായം കൊറേ ഇത് വന്നിട്ട് പിന്നെ അങ്ങനെയാണ് അതാണ് ആദ്യം വൈറലായത്. അതിന്റെ മുന്നേ ഞങ്ങള് സോങ്സ് ഇടലുണ്ട്, പക്ഷെ വൈറലായത് ഈ പാട്ടിൽ കൂടെ. അതിനുശേഷം അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സോങ് ഒന്ന് കേൾക്കാം. അതേപോലെ 1 2 3 സ്റ്റാർ. ഹരിസാരസി മാനസഹാരിണി ഹാസമലരായി വിരിഞ്ഞോളെ ചേല ഹുസ്നുൽ ജമാലോളെ ഹൽ ബദറുൽ മുനീറോനെ ഘോര ഘോരം സാരസാരം ധീര ധീരം കൊണ്ട പ്രേമം മഹാ സുന്ദര പ്രപഞ്ച സത്തരാകാല സത്വര പ്രവാഹമേറ്റൊരാളാണ് ചങ്കിലെ പിടപ്പു താളമേറ്റുന്നി ചന്ദ്ര പിറപ്പു കലരാത്രി ഓള മെലഡി മെലഡി ഓള മെലഡി ധാനി സരിഗാ സരിരി ധാനി സരിരി സാ. ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടിയത് ഏത് സോങ്ങിനാ? ഭയങ്കരമായിട്ട് ആൾക്കാര് അങ്ങനെ കുറച്ച് പാട്ടുണ്ട്. അതിലൊരു പാട്ട് മറ്റേ അനുരാഗ വിലോചനായി അങ്ങനെ പാട്ട് ഒരു കവർ പോലെ ട്രെൻഡിങ് ആയ സമയത്ത് പാടിയപ്പോ കൊറേ കിട്ടി. പിന്നെ അതുപോലെ ഞങ്ങൾ യൂട്യൂബില്
ഫുൾ വീഡിയോ ആയിട്ടൊരു സോങ് ഇട്ടുണ്ടായിരുന്നു മോതിരക്കല്ല് പറഞ്ഞിട്ട് ഹിഷാം അബ്ദുൽ വഹാബിന്റെ ആ സോങ് അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് ഇപ്പോഴും വരും, ഞങ്ങൾക്ക് കുറച്ച് മുന്നിട്ടതാ, പക്ഷെ ഇപ്പോഴും വരും ആ പാട്ട് കേൾക്കലുണ്ട്, നല്ല സോങ് ആണെന്ന് പറഞ്ഞിട്ട്. നിങ്ങളിപ്പോ എങ്ങനെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല, ചെറുപ്പം മുതൽ അങ്ങനെ കലോത്സവത്തിന് അങ്ങനൊക്കെ പോയിട്ട് ഉള്ളത് തന്നെ, പഠിച്ചിട്ടില്ല അങ്ങനെ. പിന്നെ ഇതിൽക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒരു മ്യൂസിക് ക്ലാസ്സിന് ജോയിൻ ആക്കിണ്ടായിരുന്നു. പിന്നെ അത് കൊറേ ഒന്നും ചെയ്തില്ല, ഒരു 2 മാസം 2 മാസം ഗ്യാപ്പ് വിട്ടിട്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ കേൾക്കണ പോലെ അങ്ങനെ ആ പാട്ടിന് പഠിക്കാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും നിങ്ങളെ കൊണ്ട് പാടിക്കാൻ കുറച്ച് സോങ്സിന്റെ ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൽ ഓരോന്ന് പാടി പാടി നമുക്ക് വിശേഷങ്ങളും പറഞ്ഞ് പാട്ട് പാടി പോവാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന പാട്ടാ ചിറാപ്പുഞ്ചി. അതും നിങ്ങൾ പാടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് പോയൊരു പാട്ട്, നമുക്ക് അത് കേൾക്കാം. പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കാണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. ഇത് വന്നിട്ട് ഹനാൻ ഷേഖ് കമന്റ് ചെയ്തായിരുന്നോ? കമന്റ് ചെയ്തായിരുന്നു. അപ്പം ഇപ്പം നമ്മളിങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിയിടുമ്പോ ആ പാട്ട് പാടിയ ആൾക്കാരൊക്കെ വന്ന് കമന്റ് ചെയ്യുമ്പോ ഒരു സന്തോഷല്ലേ? അതെ. അങ്ങനെ ആരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പാട്ടിന്? നമുക്ക് മറ്റേ ഫിലിമില്ലേ അതിലത്തെ മഴവില്ലിലെ പാടിയപ്പോ അതിന് എല്ലാരും ഇങ്ങനെ ആയിട്ട് എല്ലാരും വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് ഭയങ്കര ഇതായിട്ട് എല്ലാ അഭിനയിച്ച കുറെ ആൾക്കാരില്ലേ, ജോസഫ് ഒക്കെ കമന്റ് എല്ലാരും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ. ശരി, അപ്പൊ ബേസിൽ ജോസഫ് കമന്റ് ചെയ്തു. കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോലെ ആരോ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഹിഷാംക്ക് ഹിഷാംക്ക് മെസ്സേജ് അയക്കും, പിന്നെ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ. ആണോ? ഞങ്ങൾ ഓൾറെഡി അറിയാം, സിസ്റ്ററിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഭയങ്കര ഇതാണ് റിപ്ലൈ തരുമ്പോ. പിന്നെ അതുപോലെ ആരാ സുഷീൻ ശ്യാമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി. നമ്മളൊക്കെ സ്റ്റോറി എന്തായാലും നമ്മള് ഫാലിമിയിലെ സോങ്സിന് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അതൊന്ന് കേൾക്കാം. ഹേ ചിന്നത്തി പൊരി കൊഞ്ചലെ ചിരിക്കൊട്ടിത്താ തിരികെ വലുതായ കുഞ്ഞിളമേ കളിവാക്കു ചൊല്ലിടണേ, പണ്ട് കണ്ണു പൊത്തിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ, ഇന്നത്തെ കണ്ണുരുട്ടിക്കളി കാതു പൂട്ടിക്കളി എന്ന പോലെ, കളിയൂഞ്ഞാലിലെ തണലിലാഞ്ഞു മേലെ ചെന്നു വരാഞ്ഞു പാഞ്ഞു പാഞ്ഞു തേഞ്ഞു മാഞ്ഞു പോയ കാലമേ പിള്ളത്തരമേ നീ പള്ളിക്കൂടമാനീ, പിള്ളത്തരമേ നീ പള്ളിക്കൂടമാനീ. ഓക്കേ, സൗണ്ട് ഏകദേശം ഒരേപോലെ അല്ലേ? സൗണ്ട് എനിക്ക് ഹൈ പിച്ച് അങ്ങനെ. അപ്പൊ ഞാൻ എന്തായാലും പാട്ട് പാടുന്ന ആൾക്കാരെ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. ടാസ്ക് പണി തരാന്ന് പറയുമ്പോ ഇത്രയും സന്തോഷമുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് ഒന്നില്ല. ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പോലെ പറയാം, അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടുള്ള സോങ്സ് നിങ്ങൾ പാടിയാൽ മതി. ഒറ്റക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് തരാം. അങ്ങനെയാണെങ്കിൽ ഒരു ഹാപ്പി മൊമെന്റിൽ നിങ്ങൾ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും? ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പാട്ട് പറഞ്ഞേ. ഇതാണെങ്കിൽ രണ്ടാളുണ്ടായത് ചിന്നത്തീപ്പൊരി കൊടുക്കാതെ ഇപ്പൊ പാടിയ പാട്ട് ചിന്നത്തീപ്പൊരി ഇപ്പൊ പാടിയ ചിന്നത്തീപ്പൊരി ആയിരിക്കും പാടുക. ഓക്കെ, അതിനിടയിൽ ഭയങ്കര ഒരു സാഡ് മൊമെന്റിൽ നിങ്ങൾ ഏത് പാട്ടായിരിക്കും കേൾക്കാം? മറ്റേ മോതിരക്കല്ല് കേൾക്കാം, പാടണം. പുന്നാരമാരൻ്റെ കനിവോലും നെഞ്ചിലെ കാണാക്കിനാവിനായി കാത്തിരുന്നു, നിന്റെ മുഞ്ചേറും കൽബിനെ കാത്തിരുന്നു,
പുന്നാരമാരൻ്റെ കനിപോലും നെഞ്ചിലെ കാണാക്കിനാവിനായി കാത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ 4 സിബ്ലിങ്സ് ആണല്ലോ നിങ്ങൾ. അപ്പൊ ഈ നമ്മൾ ഈ സിബ്ലിങ്സിന് വേണ്ടിട്ട് ഒരു സൗണ്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഏത് പാട്ട് ഡെഡിക്കേറ്റ്? നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടിട്ട്. അയ്യോ, ഇങ്ങനൊക്കെ ചോദിച്ചാല് ആലോചിക്കണല്ലോ. സിബ്ലിങ്സിന് ഒരു പാട്ടില്ലല്ലോ. ആലോചിച്ച് കുറച്ച് നിൽക്കേണ്ടി വരും. നിന്നോട് മിണ്ടില്ല അല്ല മെല്ലാമല്ലേ എന്റെ ചേലത്തെ ചെമ്പരന്തല്ലേ നിങ്ങൾ വഴക്കിടാറുണ്ടോ? വഴക്ക് ഇല്ല, കുറവാണ്. വലിയ വഴക്കൊന്നുമില്ല, ചെറിയ ചെറിയ ഇങ്ങനെ സാധാ ചെറുതായിട്ട്, കാര്യമായിട്ടൊന്നുമില്ല. വഴക്കിട്ട് സോപ്പിടാൻ വേണ്ടിട്ട് ഈ പാട്ടൊക്കെ യൂസ് ചെയ്യാറില്ല? ഇല്ല, സോപ്പിടാൻ വേണ്ടിട്ട് അങ്ങനെയല്ല. എന്തെങ്കിലും ടോപ്പിക്കിന് ഇപ്പൊ 2 എന്താ പറയാ ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ നിന്നിട്ട് അല്ലാണ്ട് വലുതായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. വഴക്കില്ല, അതപ്പൊ തന്നെ തീരും ചെയ്യും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ഫൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഏത് പാട്ടായിരിക്കും? കാടിറങ്ങിയോടെ ഒരു നാട്ടുകടുവ വേട്ടയാടി ആടി ഇത് കഴിവാ. കുറെ കഷ്ടപ്പെടുന്ന പാട്ട് ആലോചിക്കാൻ പറഞ്ഞ തീരെ ഇപ്പൊ ഒരാൾ പെട്ടെന്ന് പാടാൻ പറഞ്ഞാലും പാട്ട് പാടില്ല, ഈസി ആയിട്ട് പാടാല്ലോ പറയും. പക്ഷെ അങ്ങനല്ല, മനസ്സിലാതെ ഇവിടെ വരുന്ന മിക്ക പാട്ട് പാടുന്ന ആൾക്കാർക്കും ഇങ്ങനത്തെ ടാസ്കുകൾ കൊടുക്കും, സിറ്റുവേഷൻസ് കൊടുക്കുമ്പോൾ അറിയായിരുന്നു, പക്ഷെ ആൾക്കാർ വെറുതെ പറയാൻ വിചാരിക്കും. പക്ഷെ ശരിക്കും കിട്ടില്ല. എന്താ അറിയില്ല, ശരിക്കും തീരെ കിട്ടില്ല. സാധാ പോലെ പാടുമ്പോഴും അതുപോലും കിട്ടില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു റൊമാൻറ്റിക് സോങ്, ഒരു ലവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ ഏത് സോങ് ആയിരിക്കും? പ്രിയനു മാത്രം ഞാൻ തരും മധുരമീ പ്രണയം, കരളിലെ അഴകിൽ തൊടും മധുരൈ പ്രണയം. ഇത് കിട്ടില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടോ ലൈഫില്? ഫ്രണ്ട്സിന് വേണ്ടിട്ട് എന്തായാലും നമ്മളൊരു ഇന്റർവ്യൂല് വരുമ്പോ അവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ, അവർക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് വിഷമം. മനസ്സിനും അറിയില്ല, സ്നേഹത്തിനെതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, we are friends. താളുകളിൽ ഒന്നായി തുടങ്ങിയിടും, we are friends. അത് കിട്ടിയില്ലേ? അപ്പോ എന്തായാലും നിങ്ങൾ ഇത്ര നല്ല സുന്ദരി കുട്ടികളാവുമ്പോ നിങ്ങക്ക് കൊറേ ഫാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? അത് മെസ്സേജസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സാധാ പോലെ ഇങ്ങനെ വരാറുണ്ട്. മെസ്സേജ് അയക്കാറുണ്ടോ? കോഴികളൊക്കെ മെസ്സേജ്? അയ്യോ, അങ്ങനെ പറയില്ലല്ലോ, നമുക്ക് സാധാരണ മെസ്സേജ് അയക്കാറുണ്ട്. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. പക്ഷെ അങ്ങനെ റിപ്ലൈ അങ്ങനെ കൊടുക്കില്ല. ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ചിരിച്ചു പറഞ്ഞ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ വായിച്ചിട്ട്? അത് ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു എസ്സേ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആരാണോ വായിച്ചിരിക്കുന്നത് അറിയില്ല. നമുക്കൊരു അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര സിൻസിയർ ആയിട്ട് ഇങ്ങനെ ഫുൾ പാരഗ്രാഫ് പോലെ അയച്ചിട്ടൊക്കെ ഉണ്ട്. അയ്യോടപ്പാ, അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും അത് അയച്ചത്. എന്ത് ക്രൂരന്മാരാ നിങ്ങൾ. ഇല്ല, പ്രപ്പോസൽ എന്നുള്ള രീതിക്കാ പറയണേ. ഓ അങ്ങനെ. ഓക്കെ. അപ്പൊ ഈ പ്രപ്പോസൽസ് ഒക്കെ വരുമ്പോ എങ്ങനെയാ വീട്ടിൽ ഉമ്മേനോട് പറയും, ഉമ്മ എനിക്ക് ഇങ്ങനെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്, എല്ലാരും കൂടെ ചർച്ച ചെയ്യും. മെസ്സേജ് അയക്കുന്ന ആൾക്കാർ നോക്കി കണ്ടൊക്കെ ഇവര് ഫാമിലി ആയിട്ടാണ് എല്ലാം നോക്കുന്നത്. എന്തായാലും നമുക്ക് നിങ്ങളുടെ അടുത്തൊരു പാട്ടിലേക്ക് പോവാം. നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ, പാരിതിൽ നാം പോയിടാ വെണ്ണതി പോലൊഴുകിടാ, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാനവിലാണു നീ. അടിപൊളി. എത്ര ടേക്ക് പോവാറുണ്ടോ?
ആ അത് കൊറേ പോവാറുണ്ട്. ആദ്യമൊക്കെ നല്ല പോവാറുണ്ട്. ഇപ്പൊ കുറച്ച് ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. ടൈമിംഗ് ഒക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണോ? രണ്ടുപേരും കറക്റ്റ് ശരിയാക്കി. ലിറിക്സ് എപ്പോഴേലൊക്കെ തെറ്റും. കൂടുതൽ തെറ്റിക്ക, ഇവള് കൂടുതൽ തെറ്റിക്ക. അതെ, എപ്പോഴും തെറ്റിക്ക. ഞങ്ങള് വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതില് മൊത്തം ഇടയ്ക്കൊക്കെ നൈസായിട്ട് തെറ്റിട്ടുണ്ട്. പക്ഷെ ലിപ്സിങ്കും അങ്ങനെ കൊടുക്കാണല്ലോ ചെയ്യാ. വോയിസ് ഓവർ കൊടുക്കുമ്പോ പറയണ വേറെ പാട്ട് വേറെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ശരിയുണ്ട്. ഇപ്പൊ കൊറേ ഒക്കെ ബെറ്റർ ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ പെട്ടെന്ന് എടുക്കും. ചിലപ്പോ ഒറ്റ വീഡിയോയിൽ തന്നെ ശരിയായി. അപ്പൊ പക്ഷെ ഇപ്പൊ എല്ലാം ഒരു ഏകദേശം ടേക്കിന് സെറ്റ് ആവുന്നു. ഇപ്പൊ ശരിയാവുന്നുണ്ട്. ഇപ്പൊ കൊറേ ഒക്കെ ബെറ്റർ ആയി. പിന്നെ കുറച്ച് പണിയുള്ള പാട്ടുകളൊക്കെയാണ് ഇങ്ങനെ ലിറിക്സിന്റെ ഒക്കെ. ഇപ്പൊ റാപ്പ് പോലത്തെ അങ്ങനത്തെ സോങ് ഒക്കെ അതാണ് അങ്ങനെ കൂടുതൽ തെറ്റിക്കൊണ്ട് പോവാ. റാപ്പ് സോങ്സ് ഏതാ ഇപ്പൊ പാടാൻ പറ്റാ? ഏതാ? ഹബീബി ട്രിപ്പാണോ? അതിലിപ്പോ ശരിയല്ല. ഹബീബി ട്രിപ്പാണ്. ഹബീബി കിനാവിൽ മാളിക പണിയണ മാറ്റത് തീർക്കണ കാറ്റിവനാണേ. സയാറയിലാണവനേറിയ നേരവും മാഞ്ഞു മറഞ്ഞു പറന്നേ. റഫാഹിയ ചൂടി നടക്കണ ചൂരതിലേറിയ സുബർഗവനാണേ. ദഹാബിന് വേണ്ടി നടക്കണ കിസയത് പോലൊരു പാട്ടവനാണ്. ദിനാറിന്റെ പായിൽ കിടന്നാണ് തൂക്കം. മസറാട്ടി കൂട്ടിൽ ഇരുന്നാണ് പോക്കും. തിളങ്ങുന്ന നോട്ടിൽ കടം കൊണ്ട കാട്ട് കടിഞ്ഞാണ് പൂട്ടി നെറുക്കിട്ടു കൂട്ടി. പിറന്നു പാതിരകൾ തിരിഞ്ഞു താരകങ്ങൾ നിറഞ്ഞ നാൾ വഴിയിൽ അലഞ്ഞു ഞൊറിഞ്ഞു കടഞ്ഞൊറിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അടിച്ചു പിടിച്ചു പിടിച്ചുലച്ചേ. ഹബീബി 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 കുല്ല് ഹബീബി 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 യല്ലാ ഹബീബി. ഇങ്ങനെ പാടി പാടി ആ ഒരു പീക്കിലെത്തുമ്പോ പിന്നെ നിർത്താൻ തോന്നില്ല. എനിക്കിങ്ങനെ നിർത്തണ്ട പോവാറുണ്ട്. അങ്ങനെ കൂടുതൽ കമന്റ്സ് ഇങ്ങനെ ചില സോങ്സ് പറയുമ്പോ ഇങ്ങനെ കമന്റ് വരില്ലേ? കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അത് വരാറുണ്ട്. കാരണം ഞങ്ങള് റീലിന് വേണ്ടിട്ട് കൂടുതലും ഷോർട്സ് അങ്ങനത്തെ പാട്ടാണല്ലോ. അപ്പൊ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ കൂടുതലും കുറച്ചും കൂടെ പാടിക്കൂടി കേട്ട് വരുമ്പത്തിനും തീർന്ന്. ഇതില് ഞാൻ എന്താ കേൾക്കണം? ആദ്യം എന്തായാലും കേൾക്കണം. കേട്ട് ഇങ്ങനെ ആ ഒരു ഇതില് വരുമ്പോ പെട്ടെന്ന് തീർന്നു. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങളുടെ ഒരു പാട്ട് കാണിച്ചു തരാം. ഇതൊക്കെ എപ്പോ പാടിയതാ? ഇത് പഠിത്തന്നെ പാടിയതാ. ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് പാടി വെക്കാലോ എന്നു പാടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കേട്ടാലോ? ഇതിൽ പക്ഷെ ഡിഫറൻസ് ഉണ്ട് കാണാൻ. അതല്ലേ? ഉണ്ട്, ശരിക്കും ഡിഫറൻസ് ഉണ്ട്. ശരിക്കും ഞങ്ങൾ അങ്ങനെയാണ്. ഇപ്പോഴും ചിലപ്പോ ഞങ്ങളെ മൂത്ത സിസ്റ്ററിനെ കണ്ടാല് ഒരേപോലെയാണ്. ആണോ? അതെ, കറക്റ്റ് എല്ലാരും അപ്പൊ ഇന്നെ പറയില്ല. അപ്പൊ ഇവർ രണ്ടാളും ഒരുപോലെ ട്വിൻസ് അല്ല, ഒരേപോലെ എന്ന് പറയും ഫേസ്. എന്ത് കേക്കാം? പകലിരവുകളുടെ റബ്ബ് ഇഹപരമിലും തുണറബ്ബ്. ഉടലിനുടയോ റബ്ബ് റബ്ബോടിന്നിൻ ഹുബ്ബ്. പകലിരവുകളുടെ റബ്ബ് ഇഹപരമിലും തുണറബ്ബ്. ഉടലിനുടയോ റബ്ബ് റബ്ബോടിന്നിൻ ഹുബ്ബ്. കൽബിനകമേ കബ പണിതേ ഹജ്റുൽ അസ്വദായി നീയും പതിഞ്ഞേ. ഹിജ്റ പോയിടേ റൂഹ് പിടഞ്ഞേ. കിബ്ല പിടഞ്ഞേ കിബ്ല വെടിഞ്ഞേ. ഓക്കേ, അടിപൊളി. ഈ ഇത് എത്ര സമയം എടുക്കും ലിറിക്സ് പഠിക്കാൻ? പഠിക്കാൻ പെട്ടെന്ന് പഠിക്കും. 2-3 ലിറിക്സ് പെട്ടെന്ന് പഠിക്കും. പെട്ടെന്ന് പഠിക്കും. ഒന്ന് ട്യൂണാണോ ലിറിക്സ്? അല്ല, ഞങ്ങൾ പെട്ടെന്ന് അങ്ങനത്തെ വലിയ ടാസ്ക് അല്ല. ഞങ്ങൾ പെട്ടെന്ന് ഇരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ പാടി 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ലിറിക്സ്. അടുത്ത സോങ് ഇത് ഇതിന് വ്യത്യാസമുണ്ട്. അതെ, ഇപ്പൊ എല്ലാത്തിലും വ്യത്യാസമുണ്ടല്ലോ. അതെനിക്കൊന്ന് ഹെയർ സ്റ്റൈലിന്റെ ആണോ? ചിലപ്പോ ഞങ്ങൾ ഇങ്ങനെ ഡ്രസ് ഇട്ടുണ്ടാവും. അതാവും. പക്ഷെ ഈ 2 സോങ്സിലും വ്യത്യാസമുണ്ട്. നമുക്ക് കൺമണിപ്പൂ കേൾക്കാം. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്. എന്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ.
പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുറുനാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ചെമ്പഴുക്ക തൊട്ടടുത്ത് അമ്പലം പൊട്ടുന്നതാര് ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പു കുലക്കണതാര് അങ്ങു തൊട്ടേ ഇങ്ങു വരെ കക്കുത്തിക്കുത്തൊടുമാറാ തൂവെളിച്ചം ചാരി വീണ് മാമല ഞാനൊന്നു കണ്ടേ ചെന്തമിഴിൻ തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടുന്ന കേട്ടേ. അടിപൊളി. ഇനി നെക്സ്റ്റ് സോങ്സ് മുതൽ നമുക്ക് ഗിറ്റാറിൽ പാടാൻ പറ്റും. ഓക്കെ. ഈ പാടാൻ പോകുന്ന സോങ് നമ്മൾ 90s കിഡ്സിനൊക്കെ ഒരു കാലത്ത് റൊമാൻറ്റിഫിക്കേഷൻ തന്ന സോങ് ആയിരുന്നു. ഇപ്പോഴും ഈ സോങ്ങിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു താജുക്കേനൊക്കെ എവിടെ കണ്ടാലും ആൾക്കാർ പാടാൻ പറയുന്ന ഒരു സോങ് ആണ് നെഞ്ചിനുള്ളിൽ. അത് എന്തായാലും ഗിറ്റാർ വെച്ച് തന്നെ കേൾക്കാനാണ്. ഓക്കെ. അഴകെ നീ ആകാശക്കോണിൽ ഒളിച്ചാലും എന്റെ കൽബിൽ നീയാണ് നിന്റെ ഹൃദയം എനിക്കാണ് നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് ഫാത്തിമ. അടിപൊളി. ഇതിന് കുറെ റെസ്പോൺസ് ഒക്കെ വന്നു കാണില്ല ഈ സോങ്ങിന്? വന്നിരുന്നു. നല്ല അടുത്തത് ഇൻസാനിലെ ഇൻസാനിൽ പടം യുക്കുലേലാണ്. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിങ്കൾ നിന്നെ കിനാവിലെ തുന്നിയതാരേ ഹിലാലിന്റെ വാനത്തെ വൈരക്കല്ലിൻ മുത്തലിൽ നാവകിലൂക്കിയ ഹാലേ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാരും തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ മനമേ മനമേലിന്നാഴം പോലാനാണ് കുഴി കണ്ടേ കണ്ടേ കൽവിൽ അറുപനമുട്ടായേ ലൈലാന്റെ നിലാവതിനാലെ മജ്നൂനായി മാറും പോലെ ജന്നാത്തിലെ വാവിൻ പടിലേതാകെ അലിവാർന്നൊരു വാക്കു പറഞ്ഞ് അറിവുള്ളൊരു നോട്ടമെറിഞ്ഞ് അനുരാഗ പെരുമഴയാലെ നനഞ്ഞേ. ഓക്കെ. ഈ ഇത് ഇനിയിപ്പോ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ ഗിറ്റാറൊക്കെ? പഠിക്കണം എന്നുണ്ട്. ഇത് ജസ്റ്റ് ബേസ് അറിയുള്ളൂ. എല്ലാം കുറച്ചുകൂടെ ഹൈ ആയിട്ട് പഠിക്കണം എന്നുണ്ട്. ഓക്കെ. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഗസ്റ്റിന്റെ പേരാണ് നൈറ. അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഇവിടെ ഈ സ്റ്റുഡിയോ രണ്ടാക്കി വെച്ച ആളാണ് ഇരിക്കുന്നത്. എന്താ മിണ്ടാത്തെ? ക്യാമറ കണ്ടാ മിണ്ടൂലേ? പക്ഷെ നൈറ സൂപ്പർ ആയിട്ട് പാട്ട് പാടും. താത്തമാരെക്കാളും നന്നായിട്ട് പാട്ട് പാടും. പാടോ? പക്ഷെ ഫീല് തെറ്റുന്നുള്ളൂ. ഫീല് തെറ്റും. അശോ, ആരാ പറഞ്ഞ ഫീല് തെറ്റുന്നു? ഇനി ഞാന് കുറച്ച് വലുതായി കഴിഞ്ഞാൽ മറ്റേ പോലെ ആയി കഴിഞ്ഞാൽ ചിലപ്പോ ഫീല് തെറ്റാണ്ടാവും. ആരാ പറഞ്ഞ ഫീല് തെറ്റിന്ന്? ഞങ്ങൾ പറയുന്ന ഫീലില് പാട് തെറ്റാറില്ല, എന്നാലും ഫീലിൽ പാടാൻ പറയാറുണ്ട്. ഇടക്ക് ഫീലില് പാടാറുണ്ട്. നേരൊക്കെ ഫീൽ ഇല്ലാണ്ട് ഫീലിൽ പാടാനും അറിയാം. ഓ, നേരാന്ന് പറയുമ്പോ നിങ്ങളുടെ തേട കുട്ടിയാണ്. പക്ഷെ ഇവര് ആരാ ശരിക്കും? ഇത്തമാരാണോ? നേരയുടെ സിസ്റ്റേഴ്സ് ആണോ? കുഞ്ഞിമ്മ. നേരയുടെ കുഞ്ഞിമ്മമാരാണോ ഇത്? സിസ്റ്റേഴ്സ് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് ആന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ വെറുതെ സന്തോഷിപ്പിക്കാൻ. അപ്പൊ ആരാ ഇവര്? ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ആണ്. പക്ഷെ ശരിക്കും കുഞ്ഞിമ്മമാരാ. ഇതിൽ ആരാ ഏറ്റവും പാവാരാ? രണ്ടുപേരും പാവം. ഇങ്ങനല്ലല്ലോ നേരത്തെ പറഞ്ഞേ. ചിഞ്ചു എന്തൊക്കെയോ ചെയ്തില്ലേ? ഇടക്ക് എനിക്ക് പാവം തോന്നാറുണ്ട് എനിക്ക്. അല്ലാത്തത് എപ്പഴാ പാവം അല്ലാത്തെ?
കുറച്ച് അതെ എനിക്കിപ്പോ ഇടക്ക് മാത്രക്ക് എന്താ പറയാ ചിഞ്ചുന് ഇഷ്ടമില്ലാത്ത സമയത്തൊക്കെ ഞാൻ പറയും. ചിഞ്ചുന്ന് വെച്ചാ സിയ ചിച്ചുന്ന് വിളിക്കും. ചിച്ചുവിന് എന്താ ഇഷ്ടമില്ലാത്തെ? ചിച്ചുന് ഇഷ്ടല്ലേ? ഒന്നില്ലെങ്കിൽ സത്യം മാത്രം പറയാൻ പാടുള്ളൂ അല്ലേ? ശരിക്കും ഇഷ്ടല്ല. ഇഷ്ടാണ്. അല്ല, ശരിക്കും ഇഷ്ടമാണ്, എന്നാലും ഇടയ്ക്കാണ് ഇഷ്ടമില്ലാത്തത്. ഇടയ്ക്ക് ഇഷ്ടല്ല. ഇഷ്ടല്ല. അതെന്താ ഇടയ്ക്ക് ഇഷ്ടല്ലാത്തെ? കുറുമ്പ് കാണിക്കോ ചിഞ്ചു? ഇല്ല, കുറുമ്പൊന്നും കാണിക്കില്ല. ഇങ്ങനെ കുറുമ്പ് കാണിക്കോ? ഇതിപ്പോ രണ്ടും ചോദിച്ചാൽ എങ്ങനെ കൺഫ്യൂഷൻ ആവില്ലേ? രണ്ടാളെയും ചോദിക്കരുത്. രണ്ടുപേരെ കുറിച്ച് അറിയണ്ട നമുക്ക്. ഇതിൽ ആരാ കുറുമ്പ് കാണിക്കുന്നത്? ഇതിലാരും കുറുമ്പാണ്. സത്യം നയറയാണോ കുറുമ്പ് കാണിക്കുന്നത്? ശരിക്കും കാണിക്കൂല അല്ലേ? ഞങ്ങളെ നേരത്തെ ഞാൻ കുറച്ച് കുറുമ്പാണിക്കുള്ളൂ. ഞാൻ നൈറയാണ് കാണിക്കുക, ഞങ്ങളല്ല. ഇവരെവിടെ ഇവര് വരുന്നതിന് മുമ്പ് ഞങ്ങള് ഫോൺ ചെയ്ത് ചോദിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നൈറ എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ ഇത്തയുടെ കുട്ടിയും കൂടെ വരുന്നുണ്ട്, അപ്പൊ കുട്ടീനെ ഇന്റർവ്യൂ എടുത്തിട്ടേ എന്ന് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു വേണ്ട, ഭയങ്കര കുറുമ്പാണ്, മിണ്ടാതിരിക്കൂല. ഇതിൽ ആരാ പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല. വേറൊരിക്കലാ ഫോൺ ചെയ്തേ. അതെന്താ അവരങ്ങനെ പറഞ്ഞേ? ആരും പറയാ ഒരാള് പറഞ്ഞു ഇതില്. ആരായിരിക്കും? അങ്ങനെ ആരായിരിക്കും പറയാൻ ചാൻസ്? ഇങ്ങനെയാണ് എപ്പോഴും ഫോൺ ചെയ്യാറ്. ഓ കിങ്ങിണി ആവാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ഇങ്ങനെ ആരും പറയൂല്ല അങ്ങനെ. പക്ഷെ ഒരാള് പറഞ്ഞു. ആര്? അതല്ലേ ഞാൻ ചോദിക്കില്ല ആരാന്ന്. വീട്ടിൽ പോയിട്ട് 2 അടി കൊടുത്താൽ ചിലപ്പോ അവര് പറയും. അങ്ങനെ പറയോ നൈറാനെ? ശരിക്കും അങ്ങനെ പറയില്ല. അറിയാ, ഇവിടെ ആരും പറയാറില്ല ഇങ്ങനെ. എന്നോട് എന്തൊക്കെയോ പറഞ്ഞു, ഇവിടെ വന്നിരിക്കുമ്പോ എന്തൊക്കെയോ പറയാം, പാട്ട് പാടാം. പാട്ടൊക്കെ പാടല്ലേ? ലാസ്റ്റ് പാട്ട് പാടാൻ പറഞ്ഞില്ലേ? ലാസ്റ്റ് ആയി ഏത് പാട്ട പാടുക? ഇഷ്ടമുള്ള പാട്ട് പാടിക്കാം. കൺമണിപ്പൂവേ പഠിക്കും. കൊറേ പാട്ടുണ്ട്. ഒരെണ്ണം പാടിയാ മതി. എന്നാ തട്ടത്തിൽ പാടിക്കോ, ഞങ്ങള് പാടിച്ചില്ലല്ലോ. അറിയോ? നേരെ ആരെ പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്നത്? തട്ടത്തിൽ പാടിക്കോ. പറഞ്ഞെടുത്ത് ആരെ പാട്ട് ആരെ പാട്ട് പഠിപ്പിച്ചിരുന്നത്? ആദ്യം ഏക്കൊക്കെ ഇങ്ങനെയാണ് ഓരോന്ന് പഠിപ്പിച്ചത്. പിന്നെ ചിഞ്ചു നല്ല ഫീലുള്ള പാട്ടുകൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോ ഞാന് നോക്കി പഠിക്കും. ഞങ്ങള് പഠിക്കുമ്പത്തിനും നൈറ പഠിക്കും. ഏതേലും പാട്ട് പഠിക്കണമല്ലോ, ഫോളോവർ കിട്ടണമല്ലോ ഇൻസ്റ്റാഗ്രാമില്. ഈ കുട്ടിയുടെ ഒരു സിംഗിൾ ഇന്റർവ്യൂ ഇൻസ്റ്റയിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 8K. 8K ഉണ്ടാവും. എന്താ വീഡിയോസ് ഇടുന്നത്? എന്ത് വീഡിയോസ് ഇടുന്നത്? പാട്ടിന്റെ ഡാൻസ് ഇടും. മെയിനായിട്ട് പാട്ടാണ്. മെയിനായിട്ട് പാട്ടാ? മേക്കപ്പ് ഇടോ? ഫുൾ മേക്കപ്പ് ഇടും ഇടക്ക്. ഇടക്ക് ട്രെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ ഏത് ട്രെൻഡ് ചെയ്തോള്? അതന്നെ, അതെന്തേലും ഓട്ടെ. അതൊന്നും പറയണ്ട.